പിണറായി വിജയൻ എനിക്ക് തോന്നുന്നത് 19ാമത്തെ വിദേശയാത്രയാണ് മുഖ്യമന്ത്രിയായ ശേഷം. അതിൽ 2 പ്രാവശ്യം അദ്ദേഹം ചികിത്സയ്ക്കാണ് പോയത്. ഒരു 3 പ്രാവശ്യം അദ്ദേഹം പോയിരിക്കുന്നത് ഔദ്യോഗിക യാത്രയാണ്. ബാക്കി 14 പ്രാവശ്യം അദ്ദേഹം പോയിരിക്കുന്നത് സ്വകാര്യ യാത്രകളാണ്. ഈ സ്വകാര്യ യാത്രകൾ ലോകത്ത് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമല്ല, ദുബായിയാണ്. ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഒരു കച്ചവട സംഘമാണ് പിണറായി വിജയനെ ഇന്ന് കേരളത്തിൽ സ്പോൺസർ ചെയ്യുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ ദുബായ് ആസ്ഥാനമായിട്ടുള്ള വൃക്ക കച്ചവടക്കാരുടെയും ലോട്ടറി കച്ചവടക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും മറ്റേ എന്താ പറയുക ഈ ഡോളർ കടത്തുകാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ഒക്കെ ഒരു സംഘത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ജീവിക്കുന്ന ആളാണോ പിണറായി വിജയൻ എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇദ്ദേഹം എവിടെ പോയാലും ദുബായിൽ തൊടും, എന്നിട്ട് ദുബായിൽ നിന്ന് പോകും, തിരിച്ചു വരുന്ന വഴിയിൽ ദുബായിൽ ഇറങ്ങും, ദുബായിൽ ദുരൂഹമായ കുറച്ച് ദിവസം ചെലവഴിക്കും. ഇതാണ് ഒന്ന്. അപ്പോൾ ഈ 5 യാത്രയിൽ 19ന് 5 യാത്രയ്ക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കണക്കുണ്ട്. 35 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ചെലവഴിച്ചിട്ടുള്ളത് ഈ 5 യാത്രയ്ക്ക്. പക്ഷെ 14 യാത്രയ്ക്ക് അദ്ദേഹം എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോലും അറിയില്ല, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനും അറിയില്ല, MV ഗോവിന്ദനും അറിയില്ല, ജയരാജനും അറിയില്ല. അല്ല, അതിൽ ഒരു രസകരമായ കാര്യം, ഇപ്പോൾ നമ്മൾ വിവരാവകാശം ആവശ്യപ്പെട്ടല്ല, അവിടെ നിന്ന് പോലും കിട്ടുന്നില്ല. വിവരാവകാശം ആവശ്യപ്പെട്ടാൽ കിട്ടില്ല, നിയമസഭയിൽ MLA മാർ ചോദ്യം ചോദിച്ചാൽ കിട്ടില്ല. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സ്വയം ഞാൻ സത്യസന്ധനാണ്, ഞാൻ തുറന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് ദുരൂഹമാണ്. അപ്പോൾ ഇത്രയും യാത്രകൾ, 14 വിദേശ യാത്രകൾ, അത് അദ്ദേഹം എവിടെ നിന്ന് പൈസ കണ്ടെത്തി? സാധാരണ നിലയിൽ പിണറായി വിജയനും ഈ സകുടുംബം കുഞ്ഞും കുട്ടി പരാധീനത സർവ്വതുമായിട്ട് പോകാൻ പിണറായി വിജയന് കയ്യിൽ കാശില്ല. അദ്ദേഹം ടാക്സ് കൊടുക്കുന്നതിലോ അദ്ദേഹം ഡിക്ലെയർഡ് ആയിട്ടുള്ള അസറ്റിലോ അദ്ദേഹത്തിന് ഇതിന് പോകാനുള്ള കാശില്ല. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോ സ്പോൺസർ ചെയ്യുന്നു. ഞാൻ പറയുന്നു ഇത് കള്ളക്കടത്തുകാരും സ്വർണ്ണക്കടത്തുകാരുമാണെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് തിരുത്താം. അത് തിരുത്താൻ യോഗ്യനായിട്ടുള്ള ആളാരാണ്? സാക്ഷാൽ പിണറായി വിജയൻ. അല്ല, എന്നെ കള്ളക്കടത്തുകാരനല്ല സ്പോൺസർ ചെയ്യുന്നത്, എന്നെ സ്വർണ്ണക്കടത്തുകാരനല്ല സ്പോൺസർ ചെയ്യുന്നത്, എന്നെ വൃക്ക കച്ചവടക്കാരനല്ല സ്പോൺസർ ചെയ്യുന്നത്. എന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇന്ന ആൾക്കാരാണ്, മലയാളി സംഘടനയാണ്, എൻ്റെ സഖാക്കന്മാരാണ്, എൻ്റെ ഇന്ന സഖാവാണ്, എൻ്റെ ഇന്ന പാർട്ടി ഘടകമാണ് എന്നെ സ്പോൺസർ ചെയ്യിക്കുന്നു. പറഞ്ഞോട്ടെ. അത് പറയാത്തിടത്തോളം കാലം കേരളം വിശ്വസിക്കുന്ന കള്ളക്കടത്തുകാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും സ്പോൺസർ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് എന്നെ പോലെയുള്ള സാധാരണ ജനത ധരിച്ചാൽ ഞങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല.